റോഷാക്ക് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അത് ഭയങ്കര മോശം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ഹാഫ് ഏതാണ്ട് അതുപോലെയൊക്കെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് കുറെ കൺഫ്യൂഷൻസും കുറച്ച് കണക്ട് ആവാത്ത പോലത്തെ കുറച്ച് പരിപാടികൾ ഫീൽ ചെയ്ത് അത് അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ച് ആണോ അതോ കാണാം, ഒരു എന്റർടൈനർ ആണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാതെ നല്ലൊരു മെസ്സേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ഒരു മിസ്സിംഗ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. റോഷാക്കിനെ പ്രതീക്ഷിച്ച് ആ ഒരു ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഒരു രക്ഷയില്ല, കിടില മേക്കിംഗ് ആണ്. സ്ക്രിപ്റ്റ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് ആ പ്ലോട്ടൊക്കെ അടിപൊളിയാണ്. പക്ഷെ ക്ലൈമാക്സ് നമ്മൾ ഇത്രയും കിടിലം സ്ക്രിപ്റ്റ് എഴുതിയ ലാസ്റ്റ് ക്ലൈമാക്സ് നമുക്ക് ഫുൾഫിൽ ആയില്ല. അതൊരു മിസ്മാച്ച് ആയി പോലെ വന്നേ. അല്ലാതെ പടം ഓൺ ടൈം വാച്ചബിൾ ആണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, കിടില മേക്കിംഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോബഡി ആയി പോയി. ആരും ഇല്ലാത്ത അവസ്ഥയായിട്ട് പടം തോന്നിയത്. കാരണം ട്രെയിലർ കണ്ട് പടം വിലയിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. കാരണം ഈ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള പടത്തിലില്ല. ഒരു ആവറേജിന് താഴെ ആ ഫീലൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. ലോജിക്കില്ലായ്മയാണോ? ലോജിക്കലില്ലായ്മല്ല, ലോജിക്കൽ ഡാർവിന്റെ പരിണാമത്തിന്റെ വേറൊരു വെർഷൻ അവർ ചെയ്യാൻ നോക്കി. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുവന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയി. ഒരു ആവറേജിന് താഴെ അത്രേ ഉള്ളൂ. നല്ല മൂവിയാണ് എന്ന് പറയുമ്പോൾ നല്ലൊരു ത്രില്ലറാണ്, ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാം. നമ്മൾ സസ്പെൻസ് ത്രില്ലർ ട്വിസ്റ്റുകളൊക്കെ ഉള്ളത് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. പക്ഷേ 2.25 മണിക്കൂറുണ്ട് സിനിമ. പക്ഷേ അത് സിനിമ നമ്മളെ അങ്ങ് ബോറടിപ്പിക്കുകയൊന്നുമില്ല. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ അവർക്ക് കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് ആ സിനിമയെ കുറച്ചൊന്ന് ലെങ്ത് കുറയ്ക്കായിരുന്നു. പക്ഷേ നല്ല ഒരു ഒഴുക്കുള്ളൊരു സിനിമയെന്ന് തന്നെ പറയാം. ഒരു എന്താ പറയുക, അവരുടെ ആക്ടേഴ്സിൻ്റെ ഇതുകൊണ്ടായാലും പിന്നെ ജെക്സ് വിജയൻ്റെ മ്യൂസിക് പ്രത്യേകിച്ച് എടുത്ത് പറയണം. നന്നായിട്ട് ആ സിനിമയൊന്ന് കൊഴിപ്പിക്കുന്ന പുള്ളിയുടെ ജെക്സ് വിജയുടെ മ്യൂസിക്കാണ്. പിന്നെ എല്ലാം നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അല്ലാതെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഇനി അടുത്ത് എന്തെന്ന് ചിന്തിച്ചിരുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ഇമോഷണൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് വലിയ ഇതില്ലായിരുന്നു. ലാഗില്ല, ചെറിയ അത്ര ഇതില്ല. എക്സ്പെക്ട് ചെയ്ത ലെവലുണ്ടോ? ലെവല് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം. പടം അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ലക്കി ഭാസ്കർ പോലെ ഒരു പടം അല്ലായിരുന്നു അത്. ഇതുവരെ മലയാളത്തിൽ കണ്ടതിൽ വെച്ച് ഒരു വ്യത്യസ്തമായ പടമായിരുന്നു. മലയാളത്തിൽ ഇറങ്ങാത്ത രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ? പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ വേറൊരു രീതിയിലുള്ള കഥ തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ലാഗായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. ആ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയത് തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിലും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫില് കുറെ ലോജിക്കൽ സാധനങ്ങളുടെ പ്രശ്നം കുറെ ഉണ്ട്. ലോജിക്കിന്റെ പ്രശ്നമുണ്ട്. നമ്മളൊരു പടത്തിൽ ലോജിക്ക് ചിന്തിക്കാതിരിക്കുന്ന എപ്പോഴാണ്, ആ പടത്തിന് അത്രയ്ക്ക് എൻഗേജിങ് ആകുമ്പോഴാണ് ലൈക്ക് ഇയാൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഓക്കെ ഈ ലോജിക്കൊന്നും ബാധകമായിട്ടുള്ള കാര്യം അല്ല എന്നുള്ളൊരു സംഭവം വരുന്നത്. പക്ഷേ മേക്കിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറെ എഡിറ്റിംഗ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ലൈക്ക് പടം ഒരു എന്താ പറയാ, സെക്കൻഡ് ഹാഫ് ഒട്ടും പിടിച്ചിരുന്നില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര മോശമാണ്. നമുക്ക് ആ നോബഡി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നുന്നില്ല. പടത്തിനെ കൊണ്ടുവന്ന് നമ്മൾ ആ ക്യാരക്ടറിനോട് കണക്ഷൻ തോന്നുമ്പോഴാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായ കണക്ഷൻ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടൂല. ആ കണക്ഷൻ പോകും. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അത് തന്നെ, അല്ല ഒന്നുമില്ല. കൊള്ളാടാ. ലൈക്ക് ഭയങ്കര ഓവർ ടോപ്പ് എന്ന് പറയുന്നില്ല, ഒരു ജസ്റ്റ് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. ഓപ്പണിംഗ് സീക്വൻസ് എല്ലാം കൊള്ളാം. ഓപ്പണിംഗ് സീക്വൻസ് നൈസ് ആയിട്ട് എടുത്തിട്ട്. ക്ലൈമാക്സ് കൊള്ളാം, കുഴപ്പമില്ല. ഓപ്പണിംഗ് സീക്വൻസ് ആണ് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ലെവലൊക്കെ ഉണ്ടോ? റോഷാക്കിന് അത്രയും സ്റ്റോറിയൊക്കെ ഫുള്ള് പ്രെഡിക്റ്റബിൾ ആണോ? പ്രെഡിക്റ്റബിൾ അത്രയ്ക്കില്ല, റോഷാക്കിന് അത്രയില്ല. ഒരു കോമൺ മാൻ, സാധാരണ മനുഷ്യന്റെ പടം. അവർ വിചാരിച്ച അവരുടെ നേരിടുന്ന പ്രശ്നങ്ങളും ഈ സോഷ്യൽ മീഡിയ ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു.